അപ്പോൾ നാം നേരത്തെ വിവരിച്ചതുപോലെ ഇവിടെ മഹാനായ ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹുവിനോടുള്ള ചോദ്യം ഒരു മവാത്തിനെ കുറിച്ചാണ്. അഥവാ ആരെങ്കിലും മയ്യിത്ത് മറവ് ചെയ്യാൻ വേണ്ടി വഖഫ് ചെയ്ത സ്ഥലം അല്ല, മറിച്ച് കാലങ്ങളായി ആളുകൾ മറവ് ചെയ്യുന്ന ഒരു പൊതുസ്ഥലം അല്ലെങ്കിൽ പുറമ്പോക്ക് ഭൂമി. ആ പുറമ്പോക്ക് ഭൂമിയിൽ മറവ് ചെയ്യപ്പെട്ട സജ്ജനങ്ങളിൽപ്പെട്ട ഒരാളുടെ ഖബറിൻ്റെ മുകളിൽ ഖുബ്ബ ഉണ്ടാക്കാനും അവിടെ മദ്രസ ഉണ്ടാക്കാനും ബിൽഡിംഗ് എടുക്കാനും പറ്റുമോ ഇല്ലയോ എന്നതാണ് ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിലെ പ്രസക്ത ഭാഗം. അതിന് വിവിധ പണ്ഡിതന്മാർ പറഞ്ഞ ന്യായങ്ങളാണ് ഈ ചോദ്യത്തിൽ നാം വിവരിച്ചിട്ടുള്ളത്. ആദ്യമായി ബഹുമാനപ്പെട്ട ചോദ്യകർത്താവ് ചോദ്യത്തിൽ വ്യക്തമായി പറഞ്ഞത് വലൈസത്തു മൗഖൂഫത്തൻ, ആ ഭൂമി ഒരു വഖഫ് ഭൂമി അല്ല. അപ്പോൾ ഈ പറഞ്ഞത് വഖഫ് ഭൂമിയെക്കുറിച്ച്, മൗഖൂഫത്തായ ഭൂമിയെക്കുറിച്ചാണ് ഇബ്നു ഹജർ റഹിമഹുല്ല ശേഷം പറയുന്ന മറുപടിയിൽ വിശദീകരിച്ചിട്ടുള്ളത് എന്ന് പറയാൻ യാതൊരു വകുപ്പും ഇല്ല. അപ്പോൾ മൗഖൂഫ് അല്ലാത്ത ഒരു പൊതു സ്ഥലത്ത് മവാത്തിൽ അഥവാ പുറമ്പോക്ക് ഭൂമിയിൽ മറവ് ചെയ്യപ്പെട്ട ഒരു ഖബറിൻ്റെ മുകളിൽ കെട്ടിടം നിർമ്മിക്കാൻ പറ്റുമോ എന്നതാണ് ചോദ്യത്തിലെ പ്രസക്ത ഭാഗം എന്നത് അടിവരയിട്ട് നാം മനസ്സിലാക്കേണ്ടതാണ്. രണ്ടാമത്, ആ ചോദ്യത്തിൽ യന്തഫിയ ബിൽ ഹയ്യുൽ മയ്യിത്തു ബിൽ ഖിറാഅത്തി ഫീഹാ വലിയതമയ്യസ് ബിഹാ അൻ ഗൈരിഹി, അവിടെ പോയി ഖുർആൻ ഓതിയിട്ട് മരിച്ച ആൾക്കും അതുപോലെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഖുർആൻ പാരായണം ചെയ്തിട്ടൊക്കെ ഉപകാരം കിട്ടാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം എന്ന നിലക്ക് അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ചോദ്യം. അവിടെ വെച്ച് മയ്യത്തിനെ അല്ലെങ്കിൽ ഈ ഖബറിലുള്ള ആളെ ആരാധിക്കുക എന്ന ഒരു വിഷയമേ അവിടെ ഇല്ല. അങ്ങനെ ഒരു പരാമർശം ചോദ്യകർത്താവ് ഉന്നയിച്ചിട്ടേ ഇല്ല, അങ്ങനെ ആരും മനസ്സിലാക്കിയിട്ടുമില്ല. ലിയന്തഫി അൽ ഹയ്യു അൽ മയ്യിത്തു ബിൽ ഖിറാഅത്തി ഫീഹ, അവിടെ വെച്ച് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ആളും ആ ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ മഹത്വം ഖബറിലുള്ള ആൾക്ക് കിട്ടിക്കൊണ്ട് മയ്യിത്തിനും ഉപകാരം ലഭിക്കാൻ വേണ്ടിയും. മറ്റൊരു ന്യായം വലിയതമയ്യസ് ബിഹാ അൻ ഗൈരിഹി, മറ്റ് ഖബറുകളിൽ നിന്ന് ഈ സ്വാലിഹിൻ്റെ ഈ നല്ല ആളുടെ ഖബറ് വേർതിരിഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയും ആണ്. മൂന്നാമത്തെ ന്യായം വയക്കുസുറ സുവാറുഹു, അങ്ങനെ ഒരു നിർമ്മാണ പ്രവൃത്തി, അവിടെ ഒരു കുബ്ബയും ഒരു കെട്ടിടവുമൊക്കെ ഉണ്ടാക്കിയാൽ ധാരാളം ആളുകൾ ഈ ഖബറിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ ആളുകളുടെ ആധിക്യം, സാലിഹായ വ്യക്തിയുടെ അടുക്കൽ സിയാറത്ത് ചെയ്യാൻ വരുന്ന ആളുകൾ ധാരാളമാവുക എന്നതാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. വത്തബറുക്കു ബിഹി, സിയാറത്ത് എന്ന സുന്നത്തായ കാര്യം ചെയ്തുകൊണ്ട് പുണ്യം ലഭിക്കുക എന്നതാണ് മറ്റ് ഒരു ഉദ്ദേശം. ഇങ്ങനെ കുറേ നല്ല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഒരു നിർമ്മാണ പ്രവൃത്തിയെക്കുറിച്ചാണ് നേരത്തെ പണ്ഡിതന്മാരോട് ചോദിക്കപ്പെട്ടിട്ടുള്ളത്. ആ ചോദ്യത്തിൻ്റെ മറുപടിയിലാണ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിട്ടുള്ളത്. ആ രണ്ട് അഭിപ്രായങ്ങളിൽ നിന്ന് ഏതാണ് ശരി എന്നതാണ് ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹുവിനോടുള്ള ചോദ്യം. അപ്പോൾ ഒന്നാമത്തെ വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞ മറുപടി യുക്റഹുൽ ബിനാഉ ഫിൽ വഖ്ബറത്തിൽ മുസബ്ബല, ഈ വഖഫ് ചെയ്യപ്പെട്ടതല്ലാത്ത അഥവാ ആളുകൾ മറവ് ചെയ്തു വരുന്ന പൊതുസ്ഥലത്ത് നിർമ്മാണ പ്രവൃത്തികൾ നടത്തൽ കറാഹത്താണ്, വെറുക്കപ്പെടുന്നതാണ്. നാം നേരത്തെ കറാഹത്ത് എന്ന് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹുവിന്റെ തുഹഫയും ഇമാം നവവി റഹിമഹുല്ലാഹുവിന്റെ മിൻഹാജും ഒക്കെ വിശദീകരിച്ച സ്ഥലത്ത് നാം പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം കറാഹത്താണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുമ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വ്യക്തമായ വിരോധം വന്നിട്ടുണ്ടാകും. അങ്ങനെ വ്യക്തമായ വിരോധം വന്ന സ്ഥലത്ത് മാത്രമേ കറാഹത്ത് എന്ന ഹുക്മ് പണ്ഡിതന്മാർ പറയുകയുള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ചിട്ടുണ്ട് മുസബ്ബലായ ഭൂമിയിൽ എന്ന് പറഞ്ഞതിന് ശേഷം, എന്നല്ല കേവലം കറാഹത്ത് എന്ന് പറഞ്ഞാൽ പോരാ, ബല്ലായജൂസു, കറാഹത്താകുമ്പോൾ ചിലപ്പോൾ അനുവദനീയമാണ് എന്നൊരു തോന്നൽ വരും. ഹറാമില്ലെങ്കിൽ പിന്നെ ചെയ്യൽ അനുവദനീയമാണ് എന്ന ഒരു ധ്വനി വരണ്ട എന്ന നിലയ്ക്ക് ആദ്യ വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ലായജൂസു, അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദനീയമേ അല്ല. എന്തേ കാരണം നാസി, ജനങ്ങൾക്ക് അതുകൊണ്ട് പ്രയാസം ഉണ്ടായിത്തീരുന്നു. വഖദ് ഖാലൽ ഇമാം ശിഹാബുദ്ദീനുൽ അസ്റായി, ഷാഫിഈ മദ്ഹബിലെ പ്രബലരായ
അദ്റഈ ഇമാം എന്നറിയപ്പെടുന്ന ശിഹാബുദ്ദീൻ റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്, അൽ വജിഹ ഫിൽ ബിനായി അലൽ ഖുബൂരി, ഖബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിനെ കുറിച്ചുള്ള ഒരു മറുപടിയിൽ എന്താണ് മഖത്തല്ലാഹു ഇത്ലാഖു ഇബ്നു കജ്ജ് റഹിമഹുല്ല മുത്ലഖായി പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു വിഷയം അതെന്താ, മിനത്ത് തഹ്രീമി, ഖബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തൽ ഹറാമാണ്. മിൻ ഗൈരി ഫർഖിൻ ബൈന മിൽക്കിഹി വഗൈരിഹി, ഇത് നിർമ്മിക്കുന്ന ആളുടെ സ്വന്തം ഉടമസ്ഥതയിലാവട്ടെ, അനി അല്ല മുസബ്ബലായ ഭൂമിയാവട്ടെ, മൗഖൂഫാവട്ടെ, മവാത്താവട്ടെ, ഏത് തരം ഭൂമിയിലാണെങ്കിലും ഖബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തനം നടത്തൽ ഹറാമ് തന്നെയാണ്. എന്തേ കാരണം, ലിന്നഹിൽ ആമി, പൊതുവായ വിരോധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി വിരോധിച്ചത് സ്വഹീഹായി സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹു തുഹ്ഫയിൽ ഉദ്ധരിച്ചത് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ വായിച്ചിട്ടുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് എന്നോ പ്രത്യേക സന്ദർഭത്തിൽ എന്നോ പ്രത്യേക ആളുടേത് എന്നോ പറയാതെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിട്ടുള്ളത്. മാത്രമല്ല ആ വിരോധത്തിലും ബുദ്ധിയുള്ള പരലോകത്തെക്കുറിച്ച് ചിന്തയുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്താണ്? ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ, അള്ളാഹു ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ശപിച്ചിരിക്കുന്നു. എന്താണ് അവർ ചെയ്ത തെറ്റ്? ഇത്തഖദു ഖുബൂർ അംബിയാഇ മസാജിദ്, അമ്പിയാക്കളുടെ കബറുകളെ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി. അമ്പിയാക്കളുടെ കബറുകളെ ആരാധനാ കേന്ദ്രമാക്കി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി എന്നതാണ് ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും അള്ളാഹുവിന്റെ ശാപമുണ്ടാകാൻ കാരണമായി തീർന്നത് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സാധാരണക്കാരുടെ കബറിന്റെ മുകളിൽ അവർ നിർമ്മാണ പ്രവർത്തനം നടത്തി, അതുകൊണ്ട് അള്ളാഹു ശപിച്ചു എന്നല്ല പറഞ്ഞത്. തഖദു ഖുബൂർ അംബിയാഇ, അമ്പിയാക്കളുടെ കബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തനം നടത്തിയതിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിമർശിച്ചിട്ടുള്ളത് എന്നതും കൂടി നാം ഇതിന്റെ കൂടെ കൂട്ടി വായിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ശിഹാബുദ്ദീൻ അദ്റഈ റഹിമഹുല്ലാ ഇബ്നു കജ്ജ് റഹിമഹുല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ആ ഒരു ഉദ്ധരണി, മിൻ ഗൈരി ഫർഖിൻ ബൈന മിൽക്കിഹി വഗൈരിഹി, സ്വന്തം ഉടമസ്ഥതയിലുള്ളതാവട്ടെ, മുസബ്ബലായ ഭൂമിയിലാവട്ടെ, മൗഖൂഫായ ഭൂമിയിലാവട്ടെ, മവാത്തിലാവട്ടെ, എവിടെയാണെങ്കിലും ഖബറിന്റെ മുകളിൽ ഖബറിനെ പരിഗണിച്ചുകൊണ്ടൊരു നിർമ്മാണ പ്രവർത്തനം നടത്തൽ ഹറാമ് തന്നെയാണ്. നേരത്തെ തുഹ്ഫയിൽ സ്വന്തം സ്ഥലത്താണെങ്കിൽ കറാഹത്താണ് എന്നും അല്ലാത്ത സ്ഥലത്താണെങ്കിൽ ഹറാമാണ്, മുസബ്ബലായ ഭൂമിയിലോ മൗഖൂഫായ ഭൂമിയിലോ ആണെങ്കിൽ ഹറാമാണ് എന്നും മിൻഹാജിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാ വിവരിച്ചത് നാം ഇവിടെ കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്വന്തം ഉടമസ്ഥതയുള്ള സ്ഥലത്താണെങ്കിൽ പോലും ഖബറിന്റെ മുകളിൽ നിർമ്മാണം നടത്തുന്നത് കറാഹത്താണോ ഹറാമാണോ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുള്ള ഒരു വിഷയമാണ്. സുന്നത്താണോ അല്ലെങ്കിൽ നിർബന്ധമാണോ എന്നല്ല തർക്കം, കറാഹത്താണോ ഹറാമാണോ എന്നതിലാണ് പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുള്ളത്. ആ വിഷയമെങ്കിലും സമൂഹം മനസ്സിലാക്കുന്നത് അവരവർക്ക് നല്ലത്. എവിടെയാണെങ്കിലും ഖബറിന്റെ മുകളിൽ ഖബറിനെ പരിഗണിച്ചുകൊണ്ടൊരു നിർമ്മാണം, ഖബറിനെ ബഹുമാനിക്കുന്ന രൂപത്തിലുള്ള ഒരു നിർമ്മാണം, അത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ്. ലിന്നഹിയിൽ ആമി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൊത്തത്തിലാണ് വിരോധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ വിരോധത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്നിനെ പുറത്താക്കണമെങ്കിൽ വ്യക്തമായ തെളിവില്ലാതെ ഒരു മുക്കല്ലഫിനും അതിന് നിർവാഹമില്ല എന്നതാണ് ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം. രണ്ടാമത്തെ വലിമാ ഫീഹി മിനൽ ഇബ്തിദാഇ ബിൽ ഖബീഹ്, ഇങ്ങനെ ഒരു നിർമ്മാണ പ്രവർത്തനം ഖബറിന്റെ മുകളിൽ എവിടെയാണെങ്കിലും സ്വന്തം ഉടമസ്ഥതയിലുള്ളതാവട്ടെ പൊതുസ്ഥലത്താവട്ടെ ഖബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു ബിദ്അത്താകുന്നു. മിനൽ ഇബ്തിദാഇ ബിൽ ഖബീഹ്, വളരെ മോശമായ ബിദ്അത്താണ് എന്നാണ് ഇബ്നു കജ്ജ് റഹിമഹുല്ലാഹുവിൽ നിന്ന് ശിഹാബുദ്ദീൻ അദ്റഈ റഹിമഹുല്ലാ ഉദ്ധരിച്ചിട്ടുള്ളത്. നാലാമത്തെ ന്യായം ഇളാഅത്തുൽ മാലി, ധനം നശിപ്പിക്കലാണ്, പാഴാക്കലാണ്. ഇവിടെ പണം ചെലവഴിച്ചുകൊണ്ട് നന്മകൾ ചെയ്യാൻ, പരലോകത്ത് പുണ്യം ലഭിക്കുന്ന ധാരാളം കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ചെയ്യാനുണ്ട്. ധാരാളം സേവന പ്രവർത്തനങ്ങൾ, പാവപ്പെട്ടവരെ സഹായിക്കാനും അതുപോലെ മറ്റ് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ അകറ്റാനും, പട്ടിണി അകറ്റാനും, ഭവന നിർമ്മാണത്തിനും, ഇങ്ങനെ തുടങ്ങി ധാരാളം
കൂലി കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ ദീനുൽ ഇസ്ലാം പുണ്യകരമാണെന്ന് പഠിപ്പിച്ച ധാരാളം വിഷയങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ ഇവിടെ പണം ആവശ്യമുണ്ട്. അതൊന്നും ചെലവഴിക്കാതെ ഖബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നത് സമ്പത്തിനെ നശിപ്പിക്കലാകുന്നു എന്നാണ് ശിഹാബുദ്ദീൻ അസ്റഈ റഹിമഹുല്ലാഹു വിവരിച്ചിട്ടുള്ളത്. വസ്സർഫി, ഇസ്രാഫ്, അമിതവ്യയം, ആവശ്യത്തിൽ കൂടുതൽ പണം ചെലവഴിക്കലാണ്. ആവശ്യത്തിന് വേണ്ടി പണം ചെലവഴിക്കാൻ ഇസ്ലാം നമുക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്തൊരു നിർമ്മാണം അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു പണം ചെലവഴിക്കൽ അത് തബ്ദീറാണ്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, അമിത വ്യയം നടത്തുന്ന ആളുകളൊക്കെ പിശാചിന്റെ സഹോദരങ്ങളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ ഒരു വിഷയമാണ്. നാം ഒരു കാര്യം ചെയ്യുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം നമുക്ക് ദുന്യാവിലോ ആഖിറത്തിലോ ലഭിക്കുന്നില്ലെങ്കിൽ അതിനുവേണ്ടി പണം ചെലവഴിക്കുന്നത് ഇസ്രാഫാണ്, തബ്ദീറാണ്, അമിതവ്യയമാണ്. അതുകൊണ്ട് അത് പറ്റില്ല എന്നതാണ് മഹാനവറുകൾ നമുക്ക് വിവരിച്ചു തരുന്നത്. വൽ മുബാഹത്തി, ആളുകളുടെ മുമ്പിൽ ഗമനടിക്കുക. എന്റെ ഷേഖിന്റെ ഖബറിന്റെ മുകളിൽ വലിയ കുബ്ബയുണ്ട്, എന്റെ നേതാവിന്റെ കുബ്ബ വലിയ കുബ്ബയാണ്, അതിന്റെ വലിയ കെട്ടിടമുണ്ട് എന്നൊക്കെ മുബാഹാത്ത് നടത്തുക. അതും പരിശുദ്ധ ദീനുൽ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയ, നിർമാർജനം ചെയ്യാൻ ശ്രമിച്ച ഒരു വിഷയമാണ്. അതും ഈ നിർമ്മാണത്തിലൂടെ ഉണ്ടാകുന്നു. വമുലാഹാത്തിൽ ജബാബിറത്തി, ജബ്ബാറുകളായ ലോകത്ത് ധാരാളം മോശമായ പ്രവർത്തനങ്ങൾ ചെയ്ത ഫിറഔനിനെ പോലെയുള്ള ചില ആളുകളോട് തുല്യമാകലാണ് ഈ ഖബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുക എന്നത്. വൽ കുഫാരി, അത് കാഫിറുകളുടെ പരിപാടിയാണ്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ ഈ ഖബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിലൂടെ വരുന്നുണ്ട് എന്നതാണ് അസ്റഈ ഇമാം വിവരിക്കുന്നത്. വത്തഹരീമു യസ്ബുതു ബിദൂനി ദാലിക, ഇത്തരം വിഷയങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒരു വിഷയം ഹറാമാവുക എന്നത് സ്ഥിരപ്പെടും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ ഇത് ഹറാമാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവും പരലോകത്തെക്കുറിച്ച് ചിന്തയുള്ള ആളുകൾക്ക് ഉണ്ടാകേണ്ടതില്ല എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ ശിഹാബുദ്ദീൻ അസ്റഈ റഹിമഹുല്ലാഹുവിന്റെ ഉദ്ധരണി വെച്ചുകൊണ്ട് സമർത്ഥിച്ചിട്ടുള്ളത് എന്നതാണ് ചോദ്യത്തിൽ തന്നെ ഒന്നാമതായി വിവരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരോധം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ലിന്നഹിയിൽ ആമി. ഇനി മറുപക്ഷത്തിന്റെ ന്യായം എന്താണ് എന്നത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിവരിക്കാം. അവർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ചുരുക്കി പറഞ്ഞാൽ എല്ലാം സ്വന്തം ബുദ്ധിയിൽ നിന്ന് തോന്നിയ, യുക്തിയിൽ നിന്നുത്ഭവിച്ച ന്യായങ്ങൾ മാത്രമാണ് മറുവിഭാഗത്തിന്റെ കയ്യിലുള്ളത് എന്നത് അത് വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാ മറുപടിയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് അൽ മൻഖൂലു, പ്രമാണങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത്, അൽ മൻഖൂലുൽ മുഅ്തമദു, പരലോകത്തെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്ക് അവലംബിക്കാൻ പറ്റുന്ന നഖ്ല് ഉള്ളത്, അടിസ്ഥാന പ്രമാണങ്ങളോട് യോജിക്കുന്നതും നഖ്ലുള്ളതും. പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മുടെ ബുദ്ധി കൊണ്ട് തോന്നുന്നതെല്ലാം ഇസ്ലാമിന്റെ ഭാഗമാക്കാൻ ഒരു പുരോഹിതനെയും അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് മൻഖൂൽ അനുസരിച്ചാണ് ബഹുമാനപ്പെട്ടവർ ഇവിടെ പൊതുശ്മശാനം അഥവാ മൗഖൂഫ് അല്ലാത്ത മുസബ്ബലായ ഭൂമിയിൽ അല്ലെങ്കിൽ മവാത്തായ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനം പറ്റുമോ എന്ന് ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയിൽ ബഹുമാനപ്പെട്ടവർ ഹുർമത്തുൽ ബിനായി ഫിൽ മഖ്ബറത്തിൽ മുസബ്ബല, മുസബ്ബലായ ഭൂമിയിൽ ഖബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തനം നടത്തൽ ഹറാമാണ് എന്ന് ശറഹുൽ മുഹദ്ദബിൽ ഇമാം നബവി റഹിമഹുല്ലാ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് ആമുഖത്തിൽ പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാ വിവരിച്ചിട്ടുള്ളത് ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത വോയിസിൽ വിവരിക്കാം.